പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ ടിക്ടോക്കിലൂടെ അല്ലെ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയുന്നത്. ഷാർജയിൽ 2 മലയാളികൾ ടിക്ടോക്കിൽ വഴക്കടിച്ചു. അതിനുശേഷം അവർ പോയി പബ്ലിക് വേസിൽ കത്തിയുമായി പോയി ഒരാളെ കുത്തി, ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയ ലജ്ജാകരം, നാണക്കേട്. ഞങ്ങളപ്പോൾ ഒരുപാട് ആൾക്കാർ ടിക്ടോക്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അവരുടെ സന്തോഷകരമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അതൊക്കെ നല്ലത്. അവർക്കും ഒരു സന്തോഷം, കാണുന്നവർക്കും ഒരു എന്റർടൈൻമെന്റ്, അതൊക്കെയാകാം. അത് പോയിട്ട് ഇപ്പോൾ മലയാളി സമൂഹം അപമാനമായി മാറുന്നു. കുറെ പെൺകുട്ടികൾ വന്ന് എന്തോ ഒരു വൃത്തികെട്ട ഭാഷയിലാണ് ലൈവില് വന്നിട്ട്, നമ്മൾ ഇത് കാണാഞ്ഞിട്ടൊന്നുമല്ല, കണ്ടും അപ്പോഴേ തെറ്റിച്ചു വിടുകയാണ്. വളരെ മോശകരമായ തെറികളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയ്ക്കും ലജ്ജാകരമായി നമ്മുടെ മലയാള സമൂഹം അവിടെ വന്നിട്ട് ഷാർജയിലും ദുബൈയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ വന്ന് ലൈവ് ഓൺ ചെയ്ത് ടിക്ടോക്കിൽ പരസ്യമായി തെറികൾ വിളിക്കുന്നു, വേശ്യാവൃത്തിക്ക് ക്ഷണിക്കുന്നു എന്ന് വേണ്ട. മലയാളി പെൺകുട്ടികളൊക്കെ വളരെ വളരെ മോശം. ലജ്ജിക്കുന്നു, വളരെയധികം ലജ്ജിക്കുന്നു മലയാളികൾ ഇങ്ങനെ കാട്ടുന്നത്. ഇപ്പം ഈ ടിക്ടോക്കിലൂടെ ലൈവിലൂടെ വന്ന് തമ്മി വഴക്കുണ്ടാക്കി, പല വഴക്കുകളും പോരുകളും മത്സരങ്ങളും എന്തൊക്കെ പറഞ്ഞറിയിക്കാൻ മേല. എന്റെ സഹോദരങ്ങളെ, ദയവ് ചെയ്ത് സഹോദരന്മാരെ, മാന്യമായിട്ട് ടിക്ടോക്ക് ഉപയോഗിക്കൂ. മാന്യത വിട്ട് അസഭ്യം പറച്ചിലും തെറി പറച്ചിലും അത്ര നല്ലതല്ല. പിന്നെ വളരെ മോശമായ തെറികൾ. ചില പെണ്ണുങ്ങൾ വന്ന് ലൈവിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്ന്. കാരണം അവരൊക്കെ ദുബായിൽ എങ്ങനെയാ ജീവിക്കുന്നത് എന്നത് പച്ചയായിട്ട് അവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ടിക്ടോക്കിലുള്ള എല്ലാവർക്കും ദുഃഖകരമായ ഈ വാർത്ത വളരെ വിഷമിപ്പിക്കുന്നതാണ്. എന്തായാലും ടിക്ടോക്കിലുള്ളവർ ഇനി മുമ്പോട്ട് ഇതുപോലുള്ള ലൈവ് വരുന്ന സ്ത്രീകളെയും വേശ്യാവൃത്തിക്ക് ക്ഷണിക്കുന്ന സ്ത്രീകളെയും തമ്മിൽ അടിക്കുന്ന ലൈവുകാരെയും തീർത്തും നിങ്ങൾ ലൈവിൽ പങ്കെടുക്കാതിരിക്കുക.